നമ്മളൊരു വെസ്റ്റേൺ സ്റ്റൈലാണ് നോക്കുന്നത്. അതിനത് ഇതുപോലെ കേവ് വരയ്ക്കുക. കേവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ റിസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ മോതിര വിരലിൻ്റെ അവിടേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. താഴേക്കും അതേപോലെ കുറച്ചൊന്ന് താഴ്ത്തി വരച്ചിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ വീണ്ടും ഒരു കേവ് വരച്ചു കൊടുക്കുക. അതും ഇതേപോലെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നോക്കിയാൽ മതി. ഒരേ വീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ചെറിയ വിരലിലേക്ക് ഒരു കേവ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വീതിയിൽ വീണ്ടും ഒരു കേവ് കൊടുത്തു. അതായത് രണ്ട് കേവും ഒരേ വീതി ആയിരിക്കണം. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അത് ഡോട്ടഡ് ലൈൻ ഇടുന്നത് എന്താ വെച്ചാൽ കേവ് ഓക്കെ ആയില്ലേ നമുക്ക് മായ്ച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് അധികം തിക്ക് ചെയ്യുന്നില്ല, ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കൊടുക്കുക. ഒരു ഫിംഗറിൽ കയറി നിൽക്കുക. അവിടെ അധികം എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ഇതുപോലെ ഡോട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ചെയ്യുക. അതിന് ഔട്ട്ലൈൻ കൊടുക്കുക, സ്പൈറൽ കൊടുക്കുക, കേർവ് ലൈൻ കൊടുക്കുക, പിന്നെ ലീഫ് കൊടുക്കുക, അതിനൊരു ഔട്ടർ കൊടുക്കുക. ഇങ്ങനെ ഇത് തന്നെ നമ്മൾ മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിൽ ഡ്രോപ്പ് വേണമെങ്കിൽ ഡ്രോപ്പും കൊടുക്കാം. ഗ്യാപ്പില്ലാതെ മൊത്തം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. സ്ലോലാക്കിയിട്ടൊന്ന് പോസ് ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ലീഫൊക്കെ ചെയ്തിട്ട് അതിന് ഔട്ടർ വരയ്ക്കുന്നുണ്ട്. എല്ലാ ഡിസൈനും ഔട്ടർ വരച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മളൊന്ന് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അധികം പ്രഷർ ചെയ്ത് ഒരുപാട് മൈലാഞ്ചി വരണ്ട. നമ്മൾ ടച്ച് ചെയ്ത് വരച്ചാൽ മതി. അപ്പം തിന്നായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് പോലെ വന്നോളും. ആദ്യം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. രണ്ടാമത്തെയും അതേപോലെ തന്നെ നമ്മൾ സെൻറ്ററിലൊരു ഫ്ലവർ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല സെൻറ്ററിൽ തുടങ്ങണമെന്ന്, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഡോട്ട്സ് അപ്ലൈ ചെയ്യാണ്. ഡോട്ട്സ് അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തേക്കായി തള്ളി നിൽക്കണ്ട. ലൈനിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരേ ഡിസ്റ്റൻസിൽ പകുതി ഡോട്ട് പുറത്തേക്കും പകുതി ഡോട്ട് അകത്തേക്കും വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഒരുപാട് പുറത്തേക്ക് നിന്നാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരേ ഡിസ്റ്റൻസിൽ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെയും രണ്ട് സൈഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരേ ഡിസ്റ്റൻസ് തന്നെ ചെയ്യണേ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ.